നീലാംബരി. രചന നീലാംബരി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്നൂഞ്ഞേരി. രാവിലെ ശശിധരൻ തിരികെ എത്തിയതും തറവാട്ടിൽ ഭീതി നിറഞ്ഞ അന്തരീക്ഷമായിരുന്നു. 5 പേരെ വെട്ടിക്കൊന്ന നാഥനെ അകത്തെ മുറിയിൽ എവിടെയോ വലിയ നമ്പൂരി പൂട്ടിയിട്ടുവെന്ന് തറവാട്ടിലുള്ളവരറിഞ്ഞു. ഭദ്രയുടെയും അവരുടെ സ്വത്തുക്കളെയും മോഹിച്ചു വന്ന നാഥൻ അപകടകാരിയാണെന്നും എല്ലാവരെയും കൊന്ന് ഭദ്രയോട് പ്രതികാരം ചെയ്യുമെന്നും തറവാട്ടിലുള്ളവർ അനിരുദ്ധൻ പറഞ്ഞു വിശ്വസിപ്പിച്ചു. 5 പേരുടെ കൊലക്ക് ഭാർഗവൻ നായർ ഉൾപ്പെടെ സമാധാനം പറയേണ്ടി വരുമെന്ന ഭീഷണിയിൽ ശശിധരന്റെ പേരുള്ള സ്വത്തുക്കൾ വിറ്റുപെറുക്കി അനിരുദ്ധന്റെ വായ മൂടിക്കെട്ടാൻ ശ്രമിച്ചു ഭാർഗവൻ നായർ. ബാക്കിയുള്ള സ്വത്തുക്കൾ വിൽക്കാൻ ഭദ്രയുടെ ഈ അവസ്ഥയിൽ കഴിയില്ലായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാരണം. അന്നു മുതൽ ഭാർഗവൻ നായർ അടിച്ചമർത്തി ശശിധരൻ തറവാട്ടിൽ ഭരണം തുടങ്ങി. പൂജയുടെ മറവിൽ നാഥ് കൊടിയ പീഡനങ്ങൾക്ക് ഇരയായി. ആ ശബ്ദങ്ങൾ പോലും തറവാട്ടിലുള്ളവരെ ഭയപ്പെടുത്തി. ചെങ്ങലയാൽ ഇരുകാലുകളും ബന്ധിപ്പിക്കപ്പെട്ട നാഥ് ജനൽ വഴി ദിവസവും കാവിലേക്ക് നോക്കുമായിരുന്നു. കൈകൾ നഷ്ടമായതുകൊണ്ട് അയാൾക്ക് ഭക്ഷണം കൊടുക്കുന്ന രാമാനുജനായിരുന്നു. അതും ആഴ്ചയിൽ ഒരു ദിവസമോ മറ്റോ ഭക്ഷണം കിട്ടിയാലായി. ഒരു ദിവസം രാമാനുജൻ ഭക്ഷണം കൊടുക്കാൻ വന്നപ്പോൾ കാണുന്നത് മുട്ടിന് താഴെ മുതൽ കാലുകൾ നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു നാഥ്. ആ രൂപത്തിന് മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് മാപ്പ് പറഞ്ഞ് കരഞ്ഞു രാമാനുജൻ. പ്രതീക്ഷയുടെ തിളക്കം നഷ്ടപ്പെട്ട വെള്ളാരം കണ്ണുകൾ രാമാനുജനെ നോക്കിയ ശേഷം പതിയെ സംസാരിച്ചു തുടങ്ങി. രാമാനുജ, പ്രേമന്റെ വീട്ടിൽ എൻ്റെ ഒരു ബാഗുണ്ട്. അതിലൊരു ആൽബം ഉണ്ട്. എൻ്റെ ഭദ്രക്കും കുഞ്ഞിനും സമ്മാനമായിട്ട് അത് നൽകണം. എൻ്റെ മകൾക്ക് അവിടെ അച്ഛൻ്റെ ഓർമ്മയായി. ബാഗിലൊരു ഡയറി ഉണ്ട്. അത് വിശ്വാസമുള്ള ആർക്കെങ്കിലും കയ്യിലെത്തിക്കണം. എൻ്റെ ചോരയാണ് ഭദ്രയുടെ വയറ്റിലുള്ളതെന്നറിഞ്ഞ എൻ്റെ ആൾക്കാർ ആ കുഞ്ഞിനെ ചിലപ്പോൾ കൊല്ലും. അവൾ നിന്റെ മകളായി ജീവിക്കട്ടെ. പറഞ്ഞുകൊണ്ട് തേങ്ങുന്ന ആ മുഖത്ത് നോക്കി രാമാനുജൻ അലമുറയിട്ട് കരഞ്ഞു. ചില രാത്രികളിൽ ഭദ്രയെ തേടി നാഥിന്റെ ഓർമ്മകൾ വരുമ്പോൾ ഭദ്ര അലറിക്കരയുകയും പുറത്തേക്ക് ഇറങ്ങി ഓടുകയും ചെയ്തു. അങ്ങനെ ഭദ്രയും ചെങ്ങലയാൽ ബന്ധിക്കപ്പെട്ടു. തന്റെ പ്രിയപ്പെട്ടവളുടെ അലറിക്കരച്ചിൽ കേൾക്കുന്ന നിമിഷം അവൾക്ക് ആശ്വാസം പകരാനായി തളർന്നിടറിയ സ്വരത്തിൽ നാഥ് അവൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് പാടിക്കൊടുക്കുമായിരുന്നു. ദൂരെ എവിടെ നിന്നോ കേൾക്കുന്ന തന്റെ പ്രിയപ്പെട്ടവന്റെ പാട്ടിൽ അവൾ സ്വയം മറന്ന് കണ്ണുനീർ വാർത്തു. ആ കാരണം കൊണ്ട് തന്നെ നാഥിന്റെ നാവ് പോലും ഒരു നാളിൽ ഛേദിക്കപ്പെട്ടു. ക്രൂരമായ അവയവഛേദനത്തിനിരയായ നാഥിന്റെ അലർച്ച പോലും അതിനുശേഷം നിലച്ചു. വശ്യമായി തിളങ്ങിയ ആ വെള്ളാരം കണ്ണുകൾ പോലും അവന്റെ ദേഹത്ത് അവർ ബാക്കി വെച്ചില്ല. താൻ ഇനി ഒരിക്കലും ഈ തടവറയിൽ നിന്ന് രക്ഷപ്പെടില്ലെന്ന് നാഥ് മനസ്സിലാക്കി. അടുത്ത ജന്മമെങ്കിലും തന്റെ പ്രിയപ്പെട്ടവളോടൊപ്പവും ഒരു നോക്ക് കാണാൻ കൊതിച്ച പൊന്നുമോളോടൊപ്പവും ജീവിക്കാൻ കഴിയണേ എന്നവൻ പ്രാർത്ഥിച്ചു. അവസാനം വെറും എല്ലും തോലും മാത്രമായി അവശേഷിച്ച ആ ശരീരത്തെ ഒരമാവാസി ദിവസം നരബലിക്ക് വിധേയമാക്കി. ആ കാഴ്ച പ്രേമനും ദത്തനും ഉൾപ്പെടെ കാണാനിടയായി. ശിരസ്സും ഉടലും വേർപ്പെട്ട നാഥിന്റെ അസ്ഥിപഞ്ചരമായി അവശേഷിച്ച ശരീരം തറവാട്ടുകുളത്തിൽ കരിങ്കലിൽ കെട്ടി താഴ്ത്തിയുടെ കൂട്ടത്തിൽ പ്രേമനും ദത്തനും ഉണ്ടായിരുന്നു. അന്നു മുതൽ താനാണ് നാഥനെ കൊന്നെന്ന തരത്തിൽ ദത്തൻ ശശിധരനോട് പറഞ്ഞ അഭിമാനം കൊണ്ടു. പിറ്റേ ദിവസം രാത്രി രാമാനുജൻ ഭാർഗവൻ നായരുടെ കാൽ വീണ് പൊട്ടിക്കരയുന്നു തെറ്റുകൾ ഏറ്റുപറയുന്ന ദത്തൻ കാണാനിടയായി. ഒപ്പം നാഥിന്റെ ബാഗിൽ നിന്നൊരു ആൽബം ഭാർഗവൻ നായരെ ഏൽപ്പിച്ചുകൊണ്ട് രാമാനുജൻ കരഞ്ഞു പറഞ്ഞു. ഭക്ഷണം കൊടുക്കാൻ പോകുന്ന ദിവസം നാഥനോട് കരഞ്ഞു പറഞ്ഞു, പ്രേമന് വീട്ടിൽ തന്റെ ബാഗിൽ ഒരു ഡയറി ആൽബം ഉണ്ടെന്ന്. ആൽബം ഭദ്രയ്ക്കും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും സമ്മാനമായിട്ട് നൽകണമെന്നും ഡയറി വിശ്വാസമുള്ള ആരുടെങ്കിലും കയ്യിലെത്തിച്ച് ഭദ്രയും മോളെ രക്ഷിക്കണമെന്നും. ഞാനൊരു പാപി, മഹാഭാവി. ഈ ബാഗ് കത്തിച്ചുകളെ എല്ലാവരും കൂടി എന്നെ ഏൽപ്പിച്ച് കത്തിച്ചുകളെ എനിക്കെന്തോ തോന്നിയില്ല. ഈ ആൽബം അങ്ങ് സൂക്ഷിച്ചു വെക്കണം. ബാക്കി സാധനങ്ങൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അയാളോട് തെറ്റ് ചെയ്തു രാമാനുജ. അയാൾക്ക് വിശ്വാസമുള്ള ആളെ കണ്ടുപിടിക്കാൻ നമുക്കിനി സാധ്യമല്ല. നീ നിന്റെ യുക്തിക്ക് നിരക്കുന്ന രീതി അനുസരിച്ച് എന്താന്ന് വെച്ചാ ചെയ്യുക. ഈ ആൽബം അത് ഞാൻ സൂക്ഷിച്ചോളാം. ആൽബവുമായി ഭാർഗവൻ നായർ മുറിക്കകത്തേക്ക് കയറി.
എന്നാൽ രാമാനുജൻ പോയത് ധൈര്യപൂർവ്വം തറവാട്ടിന്റെ ഉള്ളറകൾ തേടിയാണ്. അവിടേക്ക് ആരും കടക്കില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് നാദിന്റെ ബാഗ് പിതൃപൂജ ചെയ്യുന്ന അറയിലെ തന്നെ മറ്റൊരറയിൽ രാമാനുജൻ ഉപേക്ഷിച്ചു. ദത്തൻ പറഞ്ഞുകൊടുത്ത പ്രകാരം ശശിധരൻ ഭാർഗവൻ നായർക്ക് നേരെ തിരിഞ്ഞ് ആൽബ ആവശ്യപ്പെട്ടു. എന്നാൽ തന്റെ അനുവാദം കൂടാതെ മുറിയിൽ പ്രവേശിക്കുന്നവർ തന്റെ വാൾമുനയുടെ ചൂടറിയുമെന്ന് ഭാർഗവൻ നായർ ശശിധരനെ ഭീഷണിപ്പെടുത്തി. ഒപ്പം 3 വഴിയിൽ സൂക്ഷിച്ച നീളം വാൾ അയാൾ അവർക്ക് മുമ്പിൽ ഊരി വീശി. തന്റെ അച്ഛൻ പഴയ കളരി അഭ്യാസിയാണെന്ന ബോധ്യമുള്ളതുകൊണ്ടും സ്വത്തുക്കൾ നഷ്ടമാവുമെന്ന ഭയം കൊണ്ടും ഭാർഗവൻ നായരുമായി ശശിധരൻ രമ്യതയിലെത്തി. എന്നാൽ രാമാനുജനെ തള്ളിച്ചതച്ച് നാദിന്റെ ബാഗ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം മനസ്സിലാക്കിയ ശശിധരൻ ദത്തനും ഒരു രാത്രി ഇതുവരെയും സഞ്ചരിച്ചിട്ടില്ലാത്ത തറവാടിന്റെ ഉള്ളറകൾ തേടി അലഞ്ഞു. എന്നാൽ പെട്ടെന്ന് തന്നെ അന്തരീക്ഷമാകെ മാറിമറിഞ്ഞു. പുകയും പൊടിയും ചുഴലിയായി രൂപാന്തരപ്പെട്ട് കറക്കടിച്ചുകൊണ്ട് കാറ്റ് വീശിയതിനോടൊപ്പം ഉള്ളിലേക്ക് പോകുന്തോറും ആരോ അലറുന്ന ശബ്ദം കൂടിയായപ്പോൾ ഭയത്താൽ കൂകി വിളിച്ചുകൊണ്ട് ശശിധരനും ദത്തനും പിൻവാങ്ങി. ആ രാത്രിക്ക് ശേഷം പൂർണ്ണമായിട്ടല്ലെങ്കിൽ പോലും ശശിധരനും കുടുംബവും ദത്തന്റെ വീട്ടിലേക്ക് താമസം മാറി. ഭദ്ര പ്രസവിച്ച ദിവസം രാത്രി ശ്രീനിവാസന്റെ അടികൊണ്ട് അവശനായ രാമാനുജൻ തുളസിയോട് സത്യങ്ങൾ പറഞ്ഞ ശേഷം കുളത്തിൽ ചാടി ആത്മഹത്യനായി പടവുകളിറങ്ങി. എന്നാൽ അന്നേ ദിവസം ശശിധരന്റെയും കൽപ്പനയുടെയും പുറകെ തറവാട്ടിലെത്തിയ ദത്തൻ ആരും കാണാതെ മറഞ്ഞിരുന്നു. പ്രസവത്തോടെ ഭാര്യ മരിച്ചുപോയ ദത്തൻ ഭദ്രയെ സ്വന്തമാക്കാനായി രാമാനുജനെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചു. രാമാനുജൻ ജീവിച്ചിരുന്നാൽ ഭദ്ര പ്രസവിച്ച ശേഷം അയാളെ കൊണ്ട് ഭദ്രയെ വിവാഹം ചെയ്യിപ്പിക്കുമെന്ന് ദത്തൻ അറിയാമായിരുന്നു. ചെയ്തുപോയ കാര്യങ്ങളോർത്ത് കരഞ്ഞുകൊണ്ടിരുന്ന രാമാനുജനെ കുളത്തിൽ മുക്കിക്കുന്ന ദത്തൻ തന്നെയായിരുന്നു. പക്ഷെ അതിനു മുമ്പ് തന്നെ രാമാനുജനുള്ള ശിക്ഷ ദൈവം വിധിച്ചു കഴിഞ്ഞിരുന്നു. ദത്തം വരുന്നതിന് തൊട്ടു മുമ്പ് തന്നെ രാമാനുജന് സർപ്പദംശനം ഏറ്റിരുന്നു. അങ്ങനെ രാമാനുജന്റെ കൊലയാളിയായ ദത്തൻ ആ രഹസ്യം ആരോടും പറയാതെ ഒളിച്ചു വെച്ചു. രാമാനുജന്റെ മരണശേഷം തറവാട്ടിൽ ശല്യങ്ങൾ കൂടുതലായി. രാത്രിയിൽ ഭീകരമായ അലർച്ചയും കാറ്റും നിഴൽ രൂപങ്ങൾ പ്രത്യക്ഷപ്പെടലും നിത്യേന കാഴ്ചയായി. പരിഹാരക്രിയകൾക്കായി വല്യമ്പൂരിയെ തേടി ഇറങ്ങിയവർക്ക് അയാളെ പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പകരം അനിരുദ്ധം വല്യമ്പൂരി സ്ഥാനമേറ്റെടുത്തുകൊണ്ട് തറവാട്ടിൽ പൂജകൾ ചെയ്ത് 4 കെട്ടിനപ്പുറമുള്ള വാതിൽ എന്നേക്കുമായി താഴിട്ട് പൂട്ടി പൂജിച്ച ചരടുകളാൽ ബന്ധനം ഉറപ്പുവരുത്തി. എല്ലാം കേട്ടുകഴിഞ്ഞതും പൊട്ടിക്കരഞ്ഞുപോയ ശിവനാഥിനെ നിറകണ്ണുകളോടെ ശ്രീനിവാസൻ താങ്ങി നിർത്തി. കലങ്ങി ചുമന്ന കണ്ണുകളോടെ ജാൻ അനിരുദ്ധനെ തുറിച്ചു നോക്കി. ഒരു നിമിഷം മുന്നിൽ നിൽക്കുന്ന രൂപം നാദിന്റെ പ്രതിബിംബമാണെന്ന് അനിരുദ്ധന് തോന്നിപ്പോയി. ജീവിതത്തിൽ ആദ്യമായി ഭയം എന്ന വികാരം ശരീരത്തെ പിടിമുറുക്കുന്ന അനിരുദ്ധൻ അറിഞ്ഞു. നാദ് എന്ന മനുഷ്യനെ പോലെ നീയും നിന്റെ മുൻ തലമുറകളും ചേർന്ന് ചെയ്തു കൂട്ടിയ നരബലിക്ക് ഞാൻ എന്നേക്കുമായി ഫുൾ സ്റ്റോപ്പ് ഇടാൻ പോവുക. മേൽമംഗലം എന്ന ഈ മറയിൽ പിറവിയെടുത്ത അവസാന കണ്ണിയായ കാലകേന്റെ നരബലി നടപ്പാക്കുന്നതോടെ നിന്റെ തലമുറ എന്നേക്കുമായി അവസാനിക്കും. പക്ഷേ നിന്റെ ശരീരത്തിൽ നിന്ന് ഉയിര് വേർപ്പെടുത്താതെ ഞാൻ നിന്നെ സംരക്ഷിക്കും. നാദുവേനോൻ കെഞ്ചിയത് അവന്റെ ഭദ്രക്കും കുഞ്ഞിനും വേണ്ടി മാത്രമാ. പക്ഷേ നീ എന്റെ മുമ്പിൽ കെഞ്ചുന്നത് നിന്നെ ഒന്ന് കൊന്നു തരാമെന്ന് ചോദിച്ചുകൊണ്ടായിരിക്കും. ജാന്റെ മുഖത്തേക്ക് ഭയത്തോടെ നോക്കിയിരുന്നു അനിരുദ്ധനും ശശിധരനും ദത്തനും. വലതുകൈയാൽ താടി മീശ ഒരുമിച്ച് തടവി അനിരുദ്ധന്റെ തടിച്ചു കൊഴുത്ത ശരീരത്തെ കണ്ണുകൊണ്ട് നുഴിഞ്ഞു ജാൻ. ആ നോട്ടത്തിന്റെ തീവ്രതയ്ക്ക് പിന്നിൽ അവന്റെ ബുദ്ധി എന്താവും ചിന്തിക്കുന്നതെന്നോർത്ത് ഭയന്നു അനിരുദ്ധൻ. ഞാൻ എന്താണ് ഈ നോക്കുന്നതെന്നാണോ നീ ചിന്തിക്കുന്നത്? നിന്റെ ചുമന്ന് കലങ്ങിയ കണ്ണുകളോ അതോ ചെന്നായിടേതുപോലെ നീണ്ടുകൂർത്ത നിന്റെ ചെവിയോ? ഇതിലേതാണ് ആദ്യം എടുക്കേണ്ടതെന്നാണ് ഞാൻ ആലോചിച്ചത്. രണ്ടുമല്ല, നിന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഛേദിക്കപ്പെടുമ്പോ ഞാനത് ആസ്വദിക്കുന്ന നിനക്ക് കാണണ്ടേ? ഞാൻ കേട്ട് രസിക്കുന്ന നിന്റെ അലർച്ച നിനക്കും കേൾക്കണ്ടേ? യെസ്. സോ കാഴ്ചയും കേൾവിയും അവിടെ തന്നെ ഇരിക്കട്ടെ. പറഞ്ഞുകൊണ്ട് ഞാൻ ആ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. പതിയെ നടന്ന് ഹമ്മറിന്റെ ബാക്ക് ഡിക്കി തുറന്ന് ഒരു ചെയിൻ സോ മെഷീൻ പുറത്തെടുത്ത് കാറിന് മുകളിൽ വെച്ചു. ശേഷം ഷർട്ടിന്റെ ബട്ടണുകൾ ഓരോന്നായി അഴിച്ച് ഷർട്ട് ഊരി കാറിന് പുറത്തേക്ക് വെച്ചു. ഒപ്പം വാച്ചും ഊരി വെച്ചു. അവന്റെ പ്രവൃത്തികൾ നോക്കിയിരുന്ന ശ്രീനിവാസന് സംഭവിക്കാൻ പോകുന്ന തന്റെ മകന്റെ അവസ്ഥ മനസ്സിൽ തെളിഞ്ഞു വന്നു. കൈകൾ ഉയർത്തി ഒന്ന് സ്ട്രെച്ച് ചെയ്ത ശേഷം മരം മുറിക്കാൻ ഉപയോഗിക്കുന്ന ആ ചെയിൻ സോ മെഷീൻ കയ്യിലെടുത്ത് അവൻ അനിരുദ്ധന്റെ അടുത്തേക്ക് നടന്നു. അനിരുദ്ധൻ ഭയത്തോടെ അവന്റെ കയ്യിലിരിക്കുന്ന മെഷീനെ നോക്കി. ഗാർഡ്സിന്റെ നേരെ ജാൻ നോട്ടമെറിഞ്ഞ നിമിഷം 4 പേർ അനിരുദ്ധനെ പിടിച്ചു വെച്ചു. സോറി അനിരുദ്ധൻ, എനിക്കൊട്ടും സമയം കളയാനില്ല. അതുകൊണ്ടാ നിന്നെങ്ങനെ പിടിച്ച് കിടത്തേണ്ടി വന്നു. ജാനൊന്ന് ചുറ്റും നോക്കി. അനിരുദ്ധന്റെ അനുയായികളും ശശിധരനും ദത്തനുമെല്ലാം കാഴ്ചക്കാരായി ഭയന്ന് നിൽക്കുകയാണ്. പേശികൾ വലിഞ്ഞു മുറിയ ശരീരവും ചോര കണ്ണുകളുമായി നിൽക്കുന്ന ജാനെ നോക്കി കുതറിക്കൊണ്ടിരുന്ന അനിരുദ്ധൻ. എന്നെ നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, നോയിക്കോ. ജാൻ ട്രിഗർ അമർത്തിയതും വലിയൊരു ശബ്ദത്തോടെ ചെയിൻസോ പ്രവർത്തിച്ചു തുടങ്ങി. ചെയിൻസോയുടെ ബാറിന് ചുറ്റും ഘടിപ്പിച്ചിരിക്കുന്ന ചെങ്ങൽ പിടിപ്പിച്ചിരിക്കുന്ന കൂർത്ത പല്ലിൽ അയാളുടെ രക്തം കുടിക്കാനായി ദാഹിച്ചു. അനിരുദ്ധന്റെ അടുത്തേക്ക് പോയി ഇടതുമുട്ട് നിലത്തൂന്നി ജാൻ ഉയർന്നിരുന്നു. ശേഷം അയാളുടെ കാൽവിരൽ തുമ്പ് 2 ഇഞ്ച് എന്ന കണക്കിൽ മുറിച്ച് മാറ്റിക്കൊണ്ടിരുന്നു.
ഒരിക്കൽ പോലും ഗിയർ മാറ്റി വേഗത കൂട്ടാൻ അവൻ ശ്രമിച്ചില്ല. അവൻ ആ പ്രവൃത്തി പതിയെ മതിയായിരുന്നു. അനിരുദ്ധന്റെ അലർച്ചക്കൊപ്പം മുന്നിൽ കാണുന്ന കൊടൂരമായ കാഴ്ചയിൽ ഭയന്ന് ശശിധരൻ ഉറക്കെ അലറിക്കറിഞ്ഞോട് നിലത്തേക്കിരുന്നു. വലതുകാലിന്റെ മുട്ടിന് തൊട്ട് താഴെ വരെ അവൻ 2 ഇഞ്ച് അകലം വിട്ട് മുറിച്ച് കഷ്ണങ്ങളാക്കിക്കൊണ്ടിരുന്നു. അയാളുടെ ചോര മുറിയിൽ തളം കിട്ടി. ഒപ്പം ജാന്റെയും കാർഡ്സിന്റെയും ദേഹത്തും ചോരയും മാംസവും തെറിച്ചു. അതേ രീതിയിൽ തന്നെ ഇടതുകാലും ശേഷം ഇരുകൈകളും മുട്ടിന് താഴെ വെച്ച് അവൻ ചെറു കഷ്ണങ്ങളാക്കി മുറിച്ചു മാറ്റി. അത്രമേൽ ഭീകരമായ കാഴ്ച കാണാൻ കഴിയാതെ ശ്രീനിവാസൻ കണ്ണുകൾ അടച്ചെങ്കിൽ ശിവനാഥ് അനിരുദ്ധന്റെ മുന്നിൽ വന്നിരുന്നതിന് ആ കാഴ്ച കൺകുളിർക്കെ കണ്ടു. കൈയും കാലും നഷ്ടപ്പെട്ട അനിരുദ്ധന്റെ ശരീരത്തിൽ ജാനൊരു മരുന്ന് ഇഞ്ചക്ട് ചെയ്ത് അയാളുടെ ബ്ലീഡിംഗ് സ്റ്റോപ്പ് ചെയ്തു. ശേഷം അയാളുടെ കൈയും കാലും കോട്ടൺ ഉപയോഗിച്ച് കെട്ടിവെച്ച് കൊല്ലടാ, കൊന്നിട്ട് പോടാ, അനിരുദ്ധൻ അലറി. ഇല്ല, കൊല്ലില്ല, നീ ജീവിക്കണം. മരണം കാത്ത് നീ ഇനിയും വർഷങ്ങളോളം വേദന സഹിച്ച് ജീവിക്കും അനിരുദ്ധൻ. നിന്റെ ഈ ശരീരം പുഴുത്തു തുടങ്ങും. അപ്പോഴും ഞാൻ നിന്നെ രക്ഷിച്ചുകൊണ്ട് വീണ്ടും പുഴുവരിക്കാൻ അനുവദിക്കും. അതിനു മുമ്പ് നിന്റെ ഈ കാഴ്ചയും ശബ്ദം കൂടി ഞാൻ ഇങ്ങ് എടുക്കുക. വേണ്ട വേണ്ട. കുട്ടിച്ചാത്തിന് ആ വായിച്ചേറ്റിയ ചൂരൽ വടിയുടെ കോർത്ത അഗ്രം കൊണ്ട് ജാൻ അയാളുടെ ഇരു കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചു. അലറി വിളിച്ചവന്റെ നാവിനെ ചൂരൽ വടിയാൽ കോർത്തെടുത്ത് പുറത്തേക്ക് നീട്ടി. ശേഷം ആ നാവിനെ കത്തിയാൽ അറുത്തു മാറ്റി. ശേഷം ജാൻ നോക്കിയത് ശശിധരനെയും ദത്തനെയുമാണ്. ആ നോട്ടം കണ്ടതും ഇരുവരും ഭയന്ന് വിറച്ചു. ശശിധരൻ നിലത്തുനിന്ന് എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. എന്നെ ഒന്നും ചെയ്യല്ലേ, നീലാംബരിയുടെ അമ്മാവനല്ലേ ഞാൻ അവളെ വളർത്തി വലുതാക്കിയത്. അവളെ പഠിപ്പിച്ച ഞാനാ. നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹത്തിന് എനിക്കൊരു എതിർപ്പുണ്ടായിരുന്നില്ല. എനിക്ക് നാഥന്റെ മരണത്തിൽ ഒരു പങ്കുമില്ല. അയാൾ കൊലയാളിയാണെന്ന് തെറ്റിദ്ധരിച്ച ഞാൻ അയാളെ പൂട്ടിയിടാൻ സമ്മതിച്ചേ. ഞാനൊരു തെറ്റും ചെയ്തില്ല നാഥ. ഞാനൊരു തെറ്റും ചെയ്തില്ല സാറേ. ആണോ? അപ്പൊ കൊല്ലാനല്ലായിരുന്നെങ്കിൽ എന്തിനാ നീ നാദിനെ റബ്ബർ ഷീറ്റ് സൂക്ഷിക്കുന്ന മുറിയിൽ പൂട്ടിയിട്ടത്? അത് ഈ ദത്തൻ പറയട്ടാ. ശശിധരൻ ദത്തനെ ചൂണ്ടിക്കാട്ടി. ഞാനല്ല, ഇയാളാ. എടാ തെണ്ടി ശശിധര, നീ എന്നെ ചതിക്കുന്നോ? ദത്തൻ ശശിധരന്റെ കവളിൽ ആഞ്ഞു തള്ളി. വാവ്, അപ്പൊ നിങ്ങളിൽ ആരാദ്യം എനിക്ക് മുമ്പിൽ കിടക്കേണ്ടെന്ന് നിങ്ങൾ രണ്ടുപേരും തീരുമാനിക്കുക. ഫാസ്റ്റ്. ജാൻ പറയുന്ന കേട്ടതും ദത്തൻ ശശിധരന്റെ നേരെ തിരിഞ്ഞു. സാറിന് വേണേ ഞാൻ ഇയാളെ കുത്തി മറത്താം. ഒരു കത്തി തന്നാ മാത്രം മതി. പകരം എന്നെ വെറുതെ വിടണം. ദത്ത! ശശിധരൻ വിശ്വസിക്കാനാവാതെ ദത്തനെ നോക്കി. ജാൻ ഒരു കത്തി ദത്തനെ നേർക്കെറിഞ്ഞു. ദത്തൻ ആ കത്തിയുമായി ശശിധരന്റെ നേരെ അടുത്തു. ദത്ത, ഞാൻ നിന്റെ അളിയനല്ലേ ദത്ത? എന്നോട് ഈ ചതി പാടില്ല ദത്ത. എന്നൊന്നും ചെയ്യല ദത്ത. ഞാനില്ലാതെ കൽപ്പന വിധവയാവും. ഒന്ന് പോടൂ, അവള് വിധവയായ എനിക്കെന്നാ നഷ്ടം. ഈ കാഴ്ച കണ്ടുകൊണ്ട് പാനിന്റെ പോക്കലിൽ നിന്ന് കർച്ചീഫ് എടുത്ത് കയ്യിൽ പറ്റിയ ചോരക്കറ തുടച്ചു മാറ്റിക്കൊണ്ട് ഞാൻ ദത്തനോട് പറഞ്ഞു. ദത്തൻ, ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരു ചാൻസ് തരാം. ഞാൻ പറയുന്ന പോലെ ശശിധരൻ സംസാരിക്കണം. അത് ദത്തൻ സ്വന്തം ഫോൺ റെക്കോർഡ് ചെയ്യണം. പറ്റുമോ? പിന്നെന്താ, ഞങ്ങൾ ചെയ്തുതരാം സാറേ, എല്ലാം സാറ് പറയുന്ന പോലെ. ജാൻ പറഞ്ഞു കൊടുത്ത കാര്യം അവർ അതുപോലെ അനുസരിച്ചു. ശേഷം ദത്തൻ ആ വീഡിയോ മുകുന്ദനെ അയച്ചു കൊടുത്തു. ശേഷം ശശിധരൻ ജാനെ നോക്കി. സാറ് പറഞ്ഞ പോലെ ഞങ്ങൾ ചെയ്തില്ലേ, ഇനി എന്താ വേണ്ടത്? ഞങ്ങൾ പോയിക്കോട്ടെ. പോവാം, നിങ്ങളെ ഞാൻ തന്നെ കൊണ്ടുപോവാം. ഒറ്റക്ക് പോവാൻ നിങ്ങൾക്ക് കഴിയില്ലല്ലോ ശശിധര. എക്സസീവ് ബ്ലീഡിംഗ് ഇൻ ദ ബോഡി ക്യാൻ മേക്ക് us weak. കീഴ്ചുണ്ട് കടിച്ചു പിടിച്ച് ഒരു ചിരിയോടെ നടന്നു വരുന്നവരുടെ കയ്യിലെ ചെയിൻസോ മെഷീനിലേക്ക് ഭയത്തോടെ നോക്കി ശശിധരന്റെ ഇരുകാലുകൾ നഷ്ടമാകുന്ന ഭീകര കാഴ്ചയിൽ ദത്തൻ തളർന്നിരുന്നു. ദത്തന്റെ ഉഴവ് വന്നെത്തി. അയാളുടെ ഇരുകാലുകളും ജാൻ അറുത്ത് നീക്കി. അത്രമേൽ ക്രൂരമായി തന്നെ. ഇരുവരുടെയും അലർച്ച അത്രയും ഭീകരമായി ആ മനയിൽ പ്രതിഫലിച്ചു. നിലത്ത് കിടന്ന് പിടയുന്ന ശശിധരനെയും ദത്തനെയും നോക്കി ജാൻ പറഞ്ഞു. നിങ്ങളുടെ കാലുകൾ മാത്രം എന്തിന് ഞാൻ എടുത്തു എന്ന് നിങ്ങൾക്ക് സംശയം കാണുമല്ലേ? ആശ്വസിക്കാൻ വരട്ടെ, നിങ്ങളെ തേടി ഒരാൾ കാത്തിരിപ്പുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നിങ്ങളെ എത്തിച്ചു കൊടുക്കാമെന്ന് ഡോക്ടർ ശ്രീ പാർവതി ശിവനാഥ് മേനോന് ഞാൻ വാക്ക് കൊടുത്തിരുന്നു. ചെറുതായി ഞാൻ ആ വാക്ക് തെറ്റിച്ചു. നിങ്ങൾ രണ്ടുപേരുടെയും കാലുകൾ എൻ്റെ മമ്മയുടെ അനുവാദമില്ലാതെ ഞാനിങ്ങെടുത്തു. ബാക്കിയൊക്കെ മേനോൻ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അനസ്തേഷ്യ കൂടാതെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റാം. ബിക്കോസ് ദി ഡോക്ടർ നീഡ്സ് യുവർ ബ്രെയിൻ. അതിനും പേര് ഞങ്ങൾ കൊന്നിട്ട് പോകും സാറേ. ഞങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോലെ സാറേ. അയ്യോ, വേദനിക്കുന്നു. ദത്തൻ അലമുറയിട്ട് കരഞ്ഞു. അനിരുദ്ധന്റെ അനുയായികളെ നോക്കി ജാൻ അലറി. നീയൊക്കെ എന്തിനാണ് ഇത്രയും നേരം എല്ലാം നോക്കുന്നത്? ജീവൻ വേണമെങ്കിൽ എവിടെയും പോയി ഓടി ഒളിച്ചോ, അല്ല ചാവാൻ കൊതിയുണ്ടെങ്കിൽ വാ. അവന്റെ അലർച്ചകൾ കേട്ട താമസം പല വഴിക്ക് ഇറങ്ങിയോടി അവന്മാര്.
ജാൻ ഗാർഡ്സിനെയും നോക്കി. ആ ഒരു ശശിധരനെയും തത്തിനെയും കാറിനുള്ളിൽ കയറ്റി. ഒരു ഞരക്കത്തോടെ കിടക്കുന്ന അനിരുദ്ധനെ നോക്കി ജാൻ പറഞ്ഞു, യമൻ നിങ്ങളെ തേടി വരില്ല. കാരണം നിങ്ങൾ ചെയ്തു കൂട്ടിയതൊക്കെയും ചിരഞ്ജീവി ആവാനല്ലേ. ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടു അനിരുദ്ധൻ. മരണമില്ലാത്ത അവസ്ഥയിൽ നിനക്ക് കിടക്കാം. മാറി മറിയുന്ന ഋതുക്കളെ തിരിച്ചറിയാതെ, ചുറ്റിലും സംഭവിക്കുന്ന എന്താണെന്ന് കാണാൻ കഴിയാതെ, മതിയായ ഭക്ഷണം ലഭിക്കാതെ, ഒരു വാക്കുപോലും ഉരിയാടാൻ കഴിയാതെ അനശ്വരനായി നീ ജീവിക്കുക. നിന്റെ മകനുടനെ എവിടേക്ക് എത്തിച്ചേക്കാം. നിന്റെ ഭാവിനി അവന്റെ കയ്യിലാണ്. നീ ദൈവത്തോട് പ്രാർത്ഥിക്കുക, നിന്റെ മകന് നിന്നെ സംരക്ഷിക്കാൻ തോന്നരുതെന്ന്. പകരം അവനെങ്കിലും നിന്നെ ഒന്ന് കൊല്ലാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നേ. ഞാൻ ഭിക്ഷയായി നൽകിയ കേൾവി മാത്രം ഇനി ഒരു ഉപയോഗവുമില്ല നിനക്ക് സ്വന്തം. പാലമര ചുവട്ടിൽ നിന്നും പതിയെ നടന്ന് നേരിയതിന്റെ തലപ്പിൽ ശേഖരിച്ച നീലാംബരി പൂക്കളും മുല്ലപ്പൂക്കളും പാലപ്പൂക്കളുമായി തറവാട്ടിലേക്ക് കയറിയ ഭദ്രയെ സ്വാഗതം ചെയ്ത് നാഥിന്റെ പാട്ടായിരുന്നു. അവന്റെ പ്രണയിനിയുടെ ഇഷ്ടപ്പെട്ട വരികൾ ദൂരെ എവിടെയോ ഇരുന്നവൻ പാടുന്ന പോലെ ഭദ്രയുടെ കാതുകളിൽ അലയടിച്ചു. പാട്ട് കേൾക്കുന്നിടത്തേക്ക് ഭദ്രമയിലെ ചൂട് വെച്ചു. തുറന്നു കിടക്കുന്ന കുളപ്പടവിലെ വാതിലും കടന്ന് അവൾ പടവിലേക്ക് ഇറങ്ങി. അപ്പോഴേക്കും ആ പാട്ട് കൂടുതൽ അടുത്തടുത്തായി കേട്ടുകൊണ്ടിരുന്നു. കുളത്തിന്റെ മധ്യഭാഗത്തുള്ള പാതയിൽ വെളുത്ത ഷർട്ടും വെള്ളിക്കരമുണ്ടും ധരിച്ചു നിൽക്കുന്ന നാഥിനെ കാണാൻ ഭദ്രയുടെ ശരീരം വിറച്ചു. ആ ഒരു സന്തോഷത്തോടെ വിതുമ്പിക്കരഞ്ഞു. നാഥ. അവൻ നേർത്ത പുഞ്ചിരിയോടെ ഭദ്രയ്ക്ക് നേരെ കൈകൾ വിടർത്തി. വാ. ഭദ്ര പടവുകൾ വേഗത്തിൽ ഇറങ്ങി. മോളെ സൂക്ഷിച്ച് അവനവൾക്ക് മുന്നറിയിപ്പ് നൽകി. പടവുകൾ ഇറങ്ങിയ ആ പാതയിലൂടെ ഭദ്രപതി അവന്റെ അടുത്തേക്ക് നടന്നു. വയ്യാത്ത കാലും വലിച്ചഴിച്ചു. അടുത്തെത്തിയതും അവൻ വിടർത്തി വെച്ച കൈകളും താണ്ടി ഭദ്ര അവന്റെ നെഞ്ചിലേക്ക് അമർന്നു. ഇനിയെങ്കിലും പോവാൻ നാഥ, എനിക്കിവിടെ ഒട്ടും പറ്റുന്നില്ല. നമുക്ക് ആരോടും പ്രതികാരം വേണ്ട നാഥ. നമുക്ക് ആരോടും പറയാതെ ഓടിപ്പോവാം. വാ പോവാം. ഇത്തവണ എന്നെ കൊണ്ടുപോകാന്ന് കള്ളം പറഞ്ഞ് മാഞ്ഞു പോവരുതേ നാഥ. നാഥ് ചിരിച്ചു. പോവാം. ഈ ഭദ്രകുട്ടിയെ പ്രാവശ്യം നാഥം കൊണ്ടുപോവാ. എന്റെ മാത്രമായി. നമ്മളെ ആരും തേടി വരാത്തൊരു ലോകത്തേക്ക്. നീ ആഗ്രഹിച്ച പോലെ ഞാനും നീ മാത്രമുള്ള ലോകത്തേക്ക്. അപ്പൊ നമ്മുടെ മോളോ? അവൾക്ക് അവളുടെ രാജകുമാരനുണ്ടല്ലോ. നമ്മുടെ പ്രാണനെ അവളുടെ രാജകുമാരന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നവരെയുള്ള സമയം മാത്രമേ ഞാൻ നിന്നിൽ നിന്ന് അകന്നു നിന്നുള്ളൂ ഭദ്ര. ഇപ്പൊ ഞാൻ വന്നില്ലേ, ഇനി നീ എനിക്ക് മാത്രം മതി. ഞാനും നീയുമുള്ള ആ ലോകം അത്രമേൽ സുന്ദരമായിരിക്കും ഭദ്ര. എനിക്ക് പകരമായിട്ട് എന്ത് തന്നാലും, എന്തൊക്കെ നൽകിയാലും, ആരെയൊക്കെ നൽകിയാലും നീ അതിലൊന്നും തൃപ്തിപ്പെടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മോളെ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ കൂടെ കൂട്ടുന്നത്. വേദനകളില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത ലോകത്തേക്ക് എൻ്റെ ഭദ്രയെ ഞാൻ കൊണ്ടുപോവാ. ഭദ്ര ചിരിയോടെ അവനെ കെട്ടിപ്പിടിച്ചു. അവനവളെ വരിഞ്ഞു മുറുക്കി. ഇരുവരൊരു പൂമ്പാറ്റയെ പോലെ ഉയർന്നു. കുളത്തിന്റെ ആഴങ്ങളിലേക്ക് പതിക്കുമ്പോഴും ഭദ്രയുടെ കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരുന്നു. അവളുടെ ചൊടികളിൽ അപ്പോഴും പുഞ്ചിരി മായുന്നില്ല. അവളുടെ നാഥൻ അവളെ ചേർത്തു പിടിച്ചിരുന്നു.
കുളിരുകളും ഊഞ്ഞാൽ പാട്ടുമില്ലാതെ ഏകനായി കേഴുമീ ഭദ്രയെ തന്റെ ലോകത്തേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു മൂകസാക്ഷിയായി ചാരു അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ എന്തിനോ ഈറനണിഞ്ഞു. തന്റെ വയറ്റിലെ കുഞ്ഞിനെ രക്ഷിക്കാൻ ജീവൻ ബലി കൊടുത്തൊരു പ്രണയം തനിക്കില്ലാതെ പോയതുകൊണ്ടാവണം. നാഥനെ പോലൊരു പ്രണയം തനിക്കുണ്ടായിരുന്നെങ്കിൽ മറ്റൊരു നീലാംബരി ഈ തറവാട്ടിൽ പിറന്നേനെന്നോർത്ത് ചാരു നിശ്വസിച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം. കമന്റുകളൊക്കെ വായിക്കാറുണ്ട്. പല കമന്റുകളും മനസ്സിന് വളരെയധികം സന്തോഷം നൽകുന്ന കമൻറ്റുകളാണ്. ഒരുപക്ഷെ ആ കമൻറ്റുകളായിരിക്കാം വളരെ ഊർജ്ജത്തോടു കൂടിയും മനോഹരമായിട്ടും ഈ കഥ പറയാനും അതുപോലെ തന്നെ ഇത് BGM ഒക്കെ സെറ്റ് ചെയ്യാനും എന്നെ സഹായിക്കുന്നു. പക്ഷേ ഏതാനും പാട്ടുകളോടുകൂടി നീലാംബരി തീർന്നു പോവുകയാണെന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.